വൈക്കം KSRTC ഡിപ്പോയിൽ നിന്നും വൈക്കം ക്ഷേത്രനഗരവും സമീപ ഗ്രാമപഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച് വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമവണ്ടി സർവീസ് തുടങ്ങി. രാവിലെ 7-ന് തുടങ്ങി വൈകിട്ട് 6-ന് സമാപിക്കുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. 150 കിലോമീറ്ററാണ് പ്രതിദിന യാത്ര. ഉൾപ്രദേശത്തെ ജനങ്ങൾക്ക് യാത്രാക്ലേശം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. KSRTC ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ സർവീസിന്റെ ഫ്ലാഗ് ഓഫ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രഞ്ജിത്ത് നിർവഹിച്ചു. മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാരും ഗതാഗത വകുപ്പും ചേർന്ന് ആരംഭിച്ച സംരംഭമാണ് ഈ ഗ്രാമവണ്ടി എന്നുള്ള ആശയം. ഒരു 2 വർഷം മുൻപ് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് നടത്താൻ വേണ്ടി ഒരു ഒരുക്കം ആരംഭിച്ചതാണ്. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് നടക്കാതെ പോയി. ഇപ്പോൾ അത് വീണ്ടും നമ്മൾ നടത്താൻ വേണ്ടി തയ്യാറായി സജ്ജമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, പെട്ടെന്ന് വളരെ ലളിതമായി ചടങ്ങ് നടത്തുന്നത് നമ്മുടെ വൈക്കത്ത് അഷ്ടമിക്ക് മുന്നോടിയായി നമ്മുടെ ഗ്രാമവണ്ടി സർവീസ് ആരംഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ പെട്ടെന്ന് നടത്തുന്നത്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയെ കൊണ്ട് തന്നെ ചെയ്യിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ അതിൻ്റെ ഒരു സമയമില്ല, ഡേറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. ബഹുമാനപ്പെട്ട MLA ആയിരുന്നു ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കുന്നത്. ഇന്ന് MLA പറഞ്ഞ സമയത്താണ് ഇത് വെച്ചിരുന്നത്. പക്ഷേ MLA തിരുവനന്തപുരത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. വൈസ് പ്രസിഡന്റ് സുലോചന പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. KSRTC ATO AT ഷിബു, BDO K അജിത്, കയർത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KK ഗണേശൻ, വൈക്കം നഗരസഭ വൈസ് ചെയർമാൻ PT സുഭാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയിലാണ് വൈക്കം ഡിപ്പോയ്ക്ക് ഗ്രാമവണ്ടി സർവീസ് അടിയന്തിരമായി അനുവദിച്ചത്. വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും പണം ചെലവഴിച്ചാണ് സർവീസ് തുടങ്ങുന്നത്. TV പുരം, തലയാഴം, വെച്ചൂർ പഞ്ചായത്തുകളുടെ പിന്തുണയും പദ്ധതിക്കുണ്ട്. സിറ്റി മീഡിയ, വൈക്കം.